ഇവരെല്ലാരും പോയിട്ട് പഴയ കാമുകന്റെ കഥ ഇങ്ങനെ വിളമ്പിക്കൊണ്ട് നടക്കുന്ന എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ എല്ലാരോടും. ഹലോ ഹലോ, എവിടെ വേറെ പ്രശ്നമില്ല. ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചില്ല പിടിയാരെയാ പറഞ്ഞൂടെ 5004. എനിക്ക് മനസ്സിലായി. അയ്യോ, നീയാണോ കാറിൽ വന്നത്? ആ എങ്ങനെ മനസ്സിലായി? ലെജൻഡറി എൻട്രി. വാ വാ. ഓക്കെ, പിന്നെ നമ്മുടെ രണ്ട് പയ്യന്മാരുണ്ട് വേണ്ടപ്പെട്ടത്. ഇത് ഇസ്മായില്, ഇത് ഇസ്മായില്, ഇത് ഉസ്മാൻ. ഇത് ബാബു ആണേ. ആണോ? ഇത് ചോട്ടു അല്ല, ഇതാര്? അതാരും എന്താ എലി ചോട്ടു അനിയൻ നമ്മളൊക്കെ അച്ഛനുള്ളവരാ. വാ, ഞാൻ ഇപ്പൊ വരെ എലിയുടെ കാര്യം നമുക്ക് സംസാരിക്കാം. ആ, മുള്ളി എന്തായിരുന്നു പറഞ്ഞോണ്ടിരുന്നേ? ഇത് ചോട്ടു അല്ല കേട്ടോ, ഇത് ബെടയാണേ. അതെ പോലെ ഞാനങ്ങോട്ട് ഇട്ടിട്ട് പോയി മള്ളി. ഞാൻ അല്ലല്ല, ഞാൻ വേളം വൈകിട്ട് വന്നതേ. ബാബു വന്നേ, ഇവിടെ വന്ന് ഒരു കാര്യം പറയട്ടെ. നമ്മള് മെയിനായിട്ട് വന്നത് ഈ ഉസ്മാനെ ഇസ്മായിലിനെ ഇവിടെ ചേർക്കാനാണ്. സ്കൂളിൽ പഠിക്കണം അവർക്കൊരു ആഗ്രഹം. നല്ല ആഗ്രഹമല്ലേ? ഇവിടെ വന്നപ്പോഴേ ബാബു ഇവള് പറയണേ, ഒരാൾക്ക് മന്ത്ലി 300 CR എന്ന്. 300 CR ഒരാൾക്ക്, അതാണ് ഫീസ്. 300 CR ഇത് ഞാൻ എന്തോ പറയണത്? മുള്ളി 300 CR എനിക്ക് തോന്നുന്നു ഇത് ഇവിടെ പഠിപ്പിക്കാനുള്ള ഓരോ ടീച്ചേഴ്സിനും ബ്രെയിൻ വല്ലതും വാങ്ങണോ ഇനി ഇവർക്ക് ഇത്രയും ചെലവ്? നമുക്ക് കുറച്ച് മെസ്സ് അടിച്ചിട്ട് നമുക്ക് തന്നെ പഠിപ്പിച്ചാലോ ഇവന്മാരെ. സത്യം മുള്ളി, നമുക്ക് കൊണ്ട് പഠിപ്പിച്ചിട്ടില്ല. ഇവന്മാര് എന്ത് ജോലിയും ചോദിച്ചാലും കറക്റ്റ് ഉത്തരം പറയുന്ന രീതി പഠിപ്പിച്ചെടുത്താ പോരെ. നീ ലാസ്റ്റ് ആയിട്ട് അവിടെ ജോലി പഠിപ്പിക്കാൻ പറ്റൂല്ലോ. എലിക്കുട്ടി സ്കൂളില് ആരൊക്കെ പഠിക്കുന്നുണ്ട് ഇപ്പോഴും? 3, 4, 5 പേരുണ്ട്. നമ്മളെ ഓർമ്മ ഉണ്ടല്ലോ, സ്കൂളിൽ തുടങ്ങുമ്പോൾ സാറായിട്ട് ഞാനും ഇവിടെ ഉണ്ടായിരുന്നു. ഉണ്ട് അതെ. അപ്പൊ അവര് ഇത് ചോദിക്കുവാണേ, ഈ 2 പിള്ളേരെ ഇവിടെ പഠിപ്പിച്ചൂടെ? ABCD തുടങ്ങണം. ഓക്കെ, അത് 300 CR ആണ് നമ്മളിപ്പോ ഇവരോട് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവർക്ക് ഈസി അല്ല. അല്ല, ഈ 300 CR എന്ന് പറയുമ്പോ ഇത് ടീച്ചേഴ്സിന്റെ ശമ്പളം ഒക്കെ വരുമല്ലേ? എത്ര രൂപ വരും ടീച്ചറിന്റെ ശമ്പളം? 100 CR. 100 CR ഒരു കാര്യം, എനിക്ക് 3 മാസം ശമ്പളം തരണ്ട, ഇവന്മാരെ പഠിപ്പിക്കേ. റീജോയിനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 6 മാസം ഞാൻ അപ്പുറം തെറ്റി. അപ്പൊ എലി ഓക്കെ അല്ലേ? അപ്പൊ മള്ളി എടുത്തിരിക്കുന്നു. അല്ല, ഇന്നോട്ട് തുടങ്ങാലോ, ഇന്നോട്ട് പഠിപ്പിച്ചു തുടങ്ങാലോ. 6 മാസം അഡ്വാൻസ് ഫീസ്. നമ്മൾ അങ്ങനെയാണല്ലോ. ഇതായിരുന്നു നമ്മൾ തുടങ്ങുമ്പോ ഇല്ലാത്ത ആളായിരുന്നല്ലോ. ഇതില്ല. ഇത് സ്കൂളിൽ പാട്ടുപാടേ ഞാൻ 1-2 ക്ലാസ് ഞാനും എടുത്ത് കൊടുത്താൽ നല്ല പിള്ളേരാണ്. കഴിഞ്ഞ ദിവസം കൂടെ MDMA അതെ. അപ്പൊ മള്ളി, അപ്പൊ പിള്ളേരെ പഠിപ്പിക്കാൻ റെഡിയാണ്, എലി റെഡിയാണ് മള്ളി. ഇതങ്ങ് ആദ്യമേ സമ്മതിച്ച പോലായിരുന്നോ? ഞങ്ങള് വജ്രായുധങ്ങളൊക്കെ പുറത്തെടുക്കുമായിരുന്നോ? മിസ്റ്റർ പരിന്തവാസു എക്സ്, നിങ്ങൾ ഇവിടുത്തെ സാറല്ല. നിങ്ങൾ ഈ ഓഫർ നമുക്ക് തരത്തില്ല. നമുക്ക് ബാബുവിനെ തള്ളി പറയാൻ പറ്റത്തില്ല. ഇതിന്റെ ഇനി ഡെയിലി 2-3 ഗ്ലാസ് പാല് കുടിക്കേണ്ടി വരും കേട്ടോ ഉസ്മാനെ. ഇസ്മായിലെ രണ്ടുപേരടുത്ത് പറയാണ്, അടങ്ങി ഒതുങ്ങി പഠിച്ചോണം. ബാബുവിന്റെ പേര് കളയരുത്. സത്യം. എന്തൊക്കെ കണ്ടു പഠിച്ചാലും ഇവിടെ ഒരു തലതെറിച്ച് തണ്ടയില്ലാത്ത ചെറുക്കനുണ്ട്, സൂര്യ ബോസ്. അവനെ പോലെ അവര് എന്ത് വേണം, അവന്റെ കൂട്ടുകൂടിയും വേണ്ട.
ഇല്ല നമ്മള് ഒരുമിച്ച് ഞാൻ കമ്പഴത്തെ എങ്ങനെ ഉണ്ട് ചൂറ്റിയെ പറ്റിയേ ആ നീ ലീഡറാണോ അതെ ഇപ്പൊ വേറെ ആരും പഠിക്കുന്നില്ലേ സ്കൂളില് ഇല്ല അവൻ മാത്രം. ഒറ്റ കുട്ടിയുള്ളൂ ഞാൻ കോ ലീഡർ ആക്കും. ആ അതൊക്കെ ആലോചിക്കാം കേട്ടോ, അതൊക്കെ ആലോചിക്കാം. രണ്ടുപേരും ഒന്ന് എലി ടീച്ചറെ ഒന്ന് വിളിച്ച് ഉറക്കാൻ. അത് വിളിക്കാം നീഞ്ഞു വന്നടാ നീഞ്ഞു വന്നടാ. ഒന്നുകൂടെ വിളിച്ചേ. എലി ടീച്ചർ അല്ല എടാ എടാ സൂര്യബോസ് നീഞ്ഞു വന്നടാ. ഓ, സൂര്യബോസ് നീഞ്ഞു വന്നേ. ഇസ്മായിലെ വിളിച്ച ഞാനും ലീഡറാടാ ടിവിയുടെ. അല്ല ദേ, അവന്റെ ലീഡർ ഫ്ലെക്സ് ചെയ്യണം അവൻ. അലീന ടീച്ചറാ. ഓ, ഞാൻ മാത്സ് ടീച്ചറാണേ. എന്നാണത് മുട്ടിയും പാലുള്ള അന്ന് ഞാൻ വരുള്ളൂ. കഴിക്കാനാണോ മലം വേണം. നിനക്ക് പഠിക്കാൻ നാളെ അല്ലേ പിള്ളേരോട് അടിയുണ്ടാക്കുക. എന്തൊക്കെ ആൾക്കാരല്ലേ. അതിന് രണ്ടുപേരോട് വേണ്ടേ? അടിയൊന്നും എടുത്ത് അടിച്ചില്ലല്ലോ ലോല. അലീന കൊണ്ട് വിഷയപ്പെടുത്തിയല്ലോ. അലീന ഇതെനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ വീക്കിലി ഇവന്മാരെ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ടോന്ന് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് ഇന്ന് മലയാളം ക്ലാസ്സിൽ നിന്ന് ട്രയൽ തുടങ്ങാം. ക്ലാസ് ഉണ്ട്. ഇസ്മായിലോ മലയാളം അറിയുന്ന ട്രയൽ ക്ലാസ് ഉണ്ട് ബാബു സാറേ. ട്രയലോ? മലയാളത്തിൽ തന്നെ തുടങ്ങട്ടെ. മലയാളം ഓക്കെ മലയാളം ആ, അക്ഷരങ്ങൾ ആദ്യം പഠിപ്പിക്കണേ. ഓക്കെ സാറേ, ഇവർക്ക് ഒരു ചുക്കും തേങ്ങ അറിയത്തില്ല. കൂടെ നടക്കുന്നവരുടെ ഇതാണ് ഇവന്മാര് കാണിച്ചു കൊടുക്കുന്നത്. വിവരം വിദ്യാഭ്യാസം അത് വിദ്യാഭ്യാസത്തിന്റെ കുറവല്ലേ ഇവിടെ ചന്ദ്രൻ ഇന്ന് വന്നില്ലേടാ. അവനോട് ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇതൊരു അബ്സല്യൂട്ട് സിനിമയായിരുന്നു. ടീച്ചർ വാ സാറുണ്ടെങ്കിൽ മാത്രം നടക്കുന്നത്. അപ്പൊ അപ്പൊ നമ്മുടെ ഉജുമാൻ കുട്ടിയും ഇസ്മായിൽ കുട്ടിയും പിന്നെ സൂര്യബോസ് കുട്ടിയും ഒന്ന് ഇരിക്കണേ. ഇരുന്നോ? ഇല്ല ടീച്ചർ ഓണറൊക്കെ ആയിട്ട് ഇത്ര ഡൗൺ ടു എർത്ത് ആവണോ? കസര കയറിയിരിക്കൂ. ഓക്കെ ഓക്കെ എനിക്കിതില്ല പോയി ഞാൻ പോയേ. നീങ്ങിരുന്ന ഞാൻ മുന്നടി പോയി. നടുക്കോട്ടിരിക്കും ഉസ്മാനെ, ഇസ്മായിലെ. അയ്യോ ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങാം. ഉസ്മാൻ ഇസ്മായിൽ ശ്രദ്ധിക്കണം. ഷൗട്ട് ഇടോ ഷൗട്ട് ഇടോ. ഹലോ ഹലോ ആരംഭിക്കാൻ പോകുന്ന റാങ്കീരി. ഒരു ഇരിക്കല്ല ഓക്കെ അപ്പൊ സൗണ്ട് ഇടുവാണേ. മുള്ളി അവിടെ ഇരുന്നു. മുള്ളി മുള്ളി ഞാൻ ഇവിടെ നിന്നോളാം. മുള്ളിക്ക് പിന്നീട് വിഷമം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തോ പ്ലാൻ വെച്ചിട്ടുണ്ട് ഇരിക്കാം. ഓക്കെ അപ്പൊ എല്ലാവരും കേൾക്കാമല്ലേ? മടിയിലോട്ട് കയറി അപ്പൊ മലയാളമാണ് ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങളെ. മലയാളം തറയിലോട്ട് ഇരിക്കുക. മലയാളം ഏകദേശം 56 അക്ഷരങ്ങളാണ് മലയാളത്തിലുള്ളത്. അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ 56 അക്ഷരങ്ങൾ മലയാളത്തിലുണ്ട്. 56 അക്ഷരങ്ങളുണ്ട്. എത്ര അക്ഷരങ്ങളുണ്ട് മലയാളത്തിൽ? 56. ആ അതിൽ ആദ്യത്തെ അക്ഷരം ആ. അത് മറക്കാതിരിക്കാൻ ഒരു ഐഡിയ ഉണ്ട്. ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഈ നിൽക്കുന്ന അച്ഛനില്ലാത്ത ടീച്ചർ. അച്ഛനില്ലാത്ത ടീച്ചർ. ടീച്ചർ അച്ഛനില്ലാത്ത ടീച്ചർ. അല്ലെ അങ്ങനെയല്ല, ഒറ്റത് അച്ഛനില്ലാത്ത ടീച്ചർ. ഇനി അച്ഛനില്ലാത്ത അടുത്തത് ടീച്ചർ. ആ അത് മറക്കാതിരിക്കാൻ ദോ അവിടെ നിപ്പോണ്ട് ആന്റി അലീന. അലീന ആന്റി. ആന്റി അലീന. അലീന. അത് കഴിഞ്ഞ ഈ അവിടെ എവിടെയെങ്കിലും കാണും. ഈച്ച ഇരിക്കുന്ന തീട്ടം. ഈച്ച ഇരിക്കുന്ന തീട്ടം. ഈ ആ ഊ. ഈ ഈഞ്ചി മിഠായി.
ഇഞ്ചി മിഠായി ഇഞ്ചി മിഠായി. ഇഞ്ചി മിഠായി മിഠായി ഇപ്പൊ വഴി- അടുത്തത് സോറി മുള്ളി, അത് മുള്ളി ഉദ്ദേശിച്ചല്ല. ഓ ഓ എന്താണ് ടൈമിങ് നമുക്ക് തൽക്കാലം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഇല്ല 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 ബാക്കി 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 അല്ലല്ലേ ഇനിയിപ്പോ ഇല്ല, അല്ല, അല്ല, അല്ല. ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാൻ പറ്റത്തില്ല. ഇത് അക്ഷരാണ്, ഇത് സിലബസ് അല്ല. അക്ഷരം ഒന്ന് ഫുള്ള് പറഞ്ഞു കൊടുക്കേ. ഇവര് എണ്ണീറ്റ് പോവാണോ ഞാൻ? അതെ നിന്റെ അച്ഛൻ ചന്ദ്ര ബോസില്ലേ, ഒരു വാറ് കഴിയുമ്പോ ഇങ്ങനെ തലയിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് നടക്കും. ഈഞ്ചി മിഠായി, ഈഞ്ചി മിഠായി, ഈഞ്ചി മിഠായി. അതെ നിന്റെ അച്ഛൻ ക്ലാസ് കഴിഞ്ഞ് ആ ഇപ്പൊ പഠിച്ച കാര്യങ്ങൾ ഉസ്മാൻ എഴുതിക്കുന്നത് പറഞ്ഞേ. ടീച്ചറെ നോക്കി പറയാം ആദ്യത്തെ അക്ഷരം. ഓക്കെ ആ ഫോർ അച്ഛനില്ലാത്ത ടീച്ചറ് ആ ഫോർ അലീന ആന്റി. ആന്റി ആ അലീന ആന്റി വന്നു അങ്ങോട്ട് കേറി. തീറ്റ വന്നിരിക്കുന്ന തീട്ടം തീട്ടാം ആ ഈ അത് അലീനയുടെ മുഖത്ത് നോക്കിയാൽ മതി. ഏകദേശം ഒരു കൊല്ലം. ഈ ഫോർ ഇത് ഇഞ്ചി മിഠായി മിഠായി ആ ഊതാണ്ട. വെരി ഗുഡ് വെരി ഗുഡ്. കണ്ടല്ലോ പിള്ളേരെ ടീച്ചറെ സുഖമായിട്ട് പാസ് ചെയ്യും. ആ ഇതെല്ലാം കൂടെ ഞങ്ങൾ അങ്ങോട്ടും പറയുവേ. ആര് ഇവരോ? അതാ മലയാളത്തില് ആ പറഞ്ഞ മതി. മലയാളത്തിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്, നന്നായിട്ട് പിള്ളേർ പഠിച്ചോളൂ. ബാക്കിയുള്ള സബ്ജക്ട് നമുക്ക് ഇനി നോക്കണം. അതെ ഇവിടെ പഠിച്ചിട്ട് തെളിഞ്ഞതാണ്, ഇവിടെ അലീനയൊക്കെ പഠിച്ചിട്ട് തെളിഞ്ഞതാണ്. അറിഞ്ഞാൽ മതി ഞങ്ങൾ അടുത്ത ആഴ്ച ഇവരെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരും. അന്നേരം ഞങ്ങൾ മുമ്പിൽ വെച്ച് ചോദിക്കും. അന്നേരം നമുക്ക് അറിയണമല്ലോ. ഇതിന് നമുക്ക് എക്സ്പെരിമെന്റ് ഈ ആഴ്ച എക്സ്പെരിന്തോസോ മുള്ളിപ്പല്ലേ പരിന്തോസല്ലേ? അല്ല ഞാൻ ഇപ്പൊ വരുന്ന ദിവസമാ പിന്നെന്തോ ടീച്ചറെ സോറി പരുന്തുവാസു എലിയുടെ ആയിട്ട് അങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ആൾക്കാരുടെ മുമ്പ് വെച്ച് പറയണം. മനസ്സിലായോ? ആ പേര് ഒറ്റയ്ക്ക് എലി എന്നൊരു പേര് ഒറ്റയ്ക്ക് പറഞ്ഞിട്ട് എരിക്കുന്നില്ല മുള്ളി. ഒരു എക്സും കൂടെ ഇടുമ്പോ എരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയല്ല, ഈ നാട്ടുകാർ വന്നിട്ട് ചോദിക്കും നിങ്ങൾ പരുന്തുവാസിന്റെ കാമിക്കില്ല. അപ്പൊ ഞാൻ പറയാം അല്ല, പരുന്തുവാസിന്റെ എക്സ് ആണ് ഞാൻ, അല്ലാതെ ഇപ്പൊ വയ്യൊന്നും അല്ല. നിങ്ങൾ ഞാൻ ആരും അല്ലെന്ന് നിങ്ങൾക്ക് പറഞ്ഞിട്ടിരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എലി എന്തിനാണ് ഈ എക്സും വയ്യും? പിന്നെ ഇയാളുടെ മൂന്നേക്ക് നോക്കിയിട്ട് നമുക്ക് അങ്ങനെ അത്രയും സ്നേഹിച്ച ഒരാളായി പോയില്ലേ, അങ്ങനെ ഒന്നും വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് പരുന്തുവാസു എക്സ് അത് മതി. ഓക്കെ ഓക്കെ. അതല്ല ഉസ്മാനെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉള്ള കാര്യമാണോ? എന്താ ഇല്ല പരിന്തോസം എക്സ് എന്ന് പറയുന്ന മുള്ളിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലില്ലേ, എനിക്ക് പരന്തോസം വിളിച്ചതില്ല. എന്തിനാണ് അതിനകത്ത് എക്സ് വൈ ഇസഡൊക്കെ ചേർക്കേണ്ട ആവശ്യമുണ്ടോ? അത് നമ്മുടെ എന്റെ ഇഷ്ടമല്ലേ പരുന്തുവാസു എക്സ്. ഇവ സൂര്യബോസേ, നിന്നെ കൊണ്ട് ഞാൻ ആദ്യം മുതൽ ഈ മുതൽ നീ നാളെ ഇറെഴുതി കണക്കാ. നിന്നെ കൊണ്ട് ഇറെഴുതിക്കുന്നേ അറിയാമോ? നിനക്ക് ഇറെഴുതാൻ നിന്റെ മൂക്കുകൊണ്ട് ഞാൻ ഇറെഴുതിക്കും. നിനക്ക് ചന്ദ്രനുണ്ടല്ലോ നിന്റെ അപ്പൻ, അവന്റെ അടുത്ത് കുറച്ച് കൊടുക്കുന്നുണ്ട്. നിന്നെ ഞാൻ പഠിപ്പിച്ചത് നേരെ ആയിക്കോളാം. അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ. റെസ്പെക്ട്. ഓക്കെ സൂര്യ റെസ്പെക്ട് ടീച്ചറാണ്. അപ്പോ ടീച്ചറെ നമുക്ക് രണ്ടുപേരുടെ കറക്റ്റ് സമയത്ത് സ്കൂളിൽ വരണം. ഇവിടത്തെ ടീച്ചർമാരൊക്കെ പറയുന്നത് അനുസരിക്കണം. കേട്ടല്ലോ? ഇതെല്ലാം അതെ എപ്പോഴാണ് ചോദിച്ചത്? ഇവരുടെ ചോദിച്ചത് ഒരു മിനിറ്റ്. ഇല്ല എല്ലാ ഡയമെൻഷനിലും കറക്റ്റ് ആണെന്ന് ഞാൻ ഇന്ന് പഠിപ്പിച്ചത് പഴയ സിലബസ് ആണെന്ന് തോന്നുന്നു. പുതിയൊരു സിലബസ് ഉണ്ട്, അത് ഞാൻ മുന്നേ പഠിപ്പിക്കാൻ പിള്ളേരെ. അത് നമ്മുടെ ടൈം ടേബിൾ ബിരിയാണി വേണം. എന്തോ കേട്ടില്ല. ഉപ്പുമാവിന്റെ പാഴ്ച ബിരിയാണി അത് ഓ നിനക്ക് ഞാൻ ബിരിയാണി സദ്യയും അൽഫാമും എല്ലാം സെറ്റ് ചെയ്ത് തരാം. ഇൻവെസ്റ്റർ ആണോ? 4 സ്ഥലം പഠിച്ചിട്ട് പോടാ. പഠിക്കും പ്ലസ് വാങ്ങും. നിനക്കൊക്കെ MRCയിൽ തിന്നാനൊന്നും കിട്ടുന്നില്ലേ? ഇല്ല ഇവിടെ ഫുഡ് ഉപ്പുമാവ്. എടാ നിന്നെയൊക്കെ ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ തന്നെ ഞാൻ എന്ത് പാടുപെട്ടെന്ന് അറിയാവോ? വിദ്യാഭ്യാസമാണ് കറക്റ്റ് സമയത്ത് സ്കൂളിലൊക്കെ വരണേടാ. ഇത്രയും ഞാൻ ഇവിടെ ഇത്രയും കഷ്ടപ്പെട്ടില്ലേ ഞങ്ങൾ നിങ്ങക്ക് വേണ്ടി. നീ വന്നടാ ഒരു കാര്യം പറയണേ, നിങ്ങളുടെ GNR അടുത്ത് പോവാം ഗൈസ്. ഞാൻ പോവാം, ഞാൻ പൊക്കോളാം. ചില്ലാവ് ഗൈസ്. നിന്നോടെ എടാ നിന്നോട് ഞാൻ പറഞ്ഞില്ലടാ
നീ എന്തിനാ അവളുടെ അടുത്ത് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നീല തന്തേ പോലെ പെണ്ണനായി പോയല്ലോടാ നീ. അല്ല നിന്നോട് ഞാൻ എന്തോ പറഞ്ഞേ, അവളോട് പോയി പറയണം എന്താ, അല്ലാതെ പെരിയപ്പ പറഞ്ഞു വിട്ട് എന്നോട് പറയണം എന്ന് അങ്ങനെ അവിടെ പറയണ്ടേ? നീ ഇവിടെ എല്ലിയുടെ അടുത്ത് നീ എങ്ങനെയാടാ പറയണ്ടേ? അത് വന്ന് പെരിയമ്മ നാം വന്ന് പാക്കുമ്പോത് വാസുണ്ണൻ പെരിയപ്പ അവിടെ 2-3 ഗേൾസ് കൂടെ വിളയാടിയിട്ടിരുന്നേ അന്ത മാതിരി വേണം പറയാൻ. അല്ലാതെ പെരിയപ്പ ഏങ്കിട്ട പറയാൻ പറഞ്ഞ് എനിക്കിപ്പം ഞാൻ 2 ഗേൾ ഫ്രണ്ട് ഉണ്ട്. നീ മണ്ടറാ ചന്ദ്രനെ പോലെ, നിനക്ക് തലയ്ക്ക് ബുദ്ധിയില്ല. ഇത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് ചന്ദ്രൻ എടുത്തൊന്നും അല്ല, ഇത് അവന്റെ തന്നെയാ. നീ ഇല്ല, ഞാൻ സാഡല്ല. എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ, നീ ഒരിക്കലും സാഡാവല്ലേ. നിന്റെ തന്ത ചന്ദ്രൻ തന്നെയാ. നീ മനസ്സിൽ നിനക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്, നിന്നെ ചന്ദ്രൻ എടുത്തു വളർത്തുന്ന അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അത് വേണ്ട. നീ ചന്ദ്രന്റെ തന്നെയാ. നിനക്ക് നിന്റെ ബുദ്ധിയില്ലായ്മ എല്ലാം കാണുന്നത് അത് എനിക്ക് ഉറപ്പില്ല. ചന്ദ്രന്റെ ചന്തയില്ലായ്മ നിനക്കും കിട്ടിയിട്ടുണ്ട്. നീ ചന്ദ്രന്റെ തന്നെയാ, ഒരു സംശയമില്ല അതിന്റെ പേരില്. ഇനി അതിന് നീ ചന്ദ്രന്റെ സീസണത്തിൽ മറ്റേ ഫോട്ടോയിൽ അടിച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. നീ ബാധയോട് സംസാരിച്ചാൽ മതി. ആ നശിച്ചവന്റെ അതേ കൊനം വൃത്തികെട്ട ചെറുക്കൻ. ബുദ്ധിയുള്ളവര് മാത്രം തിരിച്ച് ഞാൻ ഒരു ഐഡിയ പറയേ. ഒരു പെണ്ണെ ചെയ്യാൻ പറ്റുമോ? അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. എനിക്കറിയാം. എത്ര പേരെ വേണം ബാബു? മുള്ളി എന്നിട്ടേ നൈസായിട്ട് ഭാര്യയാണെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവരണം. എന്നിട്ട് ഭാവിയിൽ എനിക്കുണ്ടാകാൻ പോകുന്ന മക്കളെ ഇവിടെ പഠിപ്പിക്കാൻ എന്താണ് കണ്ടീഷൻ എന്നുള്ള രീതിയിൽ ഫാമിലി പ്ലാനിങ് എലീതെ ഫ്രണ്ട് ചെയ്താലോ? അത് വർക്കാവൂല ഇപ്പൊ. അതെന്തി? അത് ഞാൻ കൊണ്ടുവന്ന വേറൊരാൾ എന്റെ തലയിലാവും. അതാര്? ദർശു. ഓൾറെഡി എല്ലാം സെറ്റാ. ഞാൻ എന്താ ഇങ്ങനെ ഹലോ ദർശു ആരാ മുള്ളി? അത് ഏതോ അമ്മച്ചി എവിടെ നിന്ന് സൗണ്ട് കേൾക്കുന്നത്? ദർശന കുറച്ച് ദിവസങ്ങളായിട്ട് എന്റെ പുറകെ നടക്കുന്ന കുട്ടിയാ. മുള്ളിന് പുറകെയോ? ഓ നോക്കട്ടെ. ഇതിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ, ഞാൻ പോയപ്പോൾ ഉള്ളതുപോലെ തന്നെ ഉണ്ട്. പക്ഷെ ദർശനക്ക് ഞാൻ മതിയെന്നാണ്. ഓ എന്ത് പറ്റി? കണ്ണ് കാഴ്ച അതോ സംസാരിക്കില്ല? ചെവി എന്താ പ്രശ്നം? എന്താ കാലിങ്ങനെയാണോ? ഇങ്ങനെ കാലിഞ്ഞൊണ്ടിയാണ് നടക്കുന്നത്? ഒരു പ്രശ്നമില്ല, പുള്ളി കണ്ടീഷൻഡ്. ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. അതാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയത്. സാധാരണ അത്ര പ്രായം ഉണ്ടാവും. ഇല്ലില്ല, എല്ലാം കൊണ്ട് ഓക്കെയാണ്. ഒന്നെങ്കിൽ ഭാഷ അല്ലെങ്കിൽ ഇതാ ഈ പഴയ എക്സിനെ പോലെ ബുദ്ധിയില്ലായ്മ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇത് അങ്ങനെ ഒരു പ്രശ്നമില്ല. നല്ലൊരു കുട്ടി. ഒരു പ്രശ്നമില്ലേ? അതെ, നല്ലൊരു കുട്ടി. ഓ അപ്പൊ പിന്നെ ഞാനൊന്ന് എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റും മുള്ളി? ഇല്ല, ഇവിടെ ഇല്ല വന്നിട്ടില്ല. ഒരാഴ്ച ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. ഒരാഴ്ച ഇല്ലേ? അതെ. ഞാൻ പറയുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ എന്തായാലും ഫ്രീ ആവും. ഞാൻ വരുമ്പോ കാണുമല്ലോ. അപ്പൊ അപ്പോഴത്തേക്ക് ഫ്രീ ആവുകയാണെങ്കിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഓ സെറ്റ് മുള്ളി, സെറ്റ്. കല്യാണം ഉണ്ടാവോ അതോ മറ്റേതാണോ? പഴയ പരിപാടിയാണോ? അവിടെ ഇല്ല ഇവിടെ ഇല്ല. ഏത്? കൈയില്ല, കാലില്ല, തലയില്ല. നമ്മളങ്ങനെ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞാൽ ശരിയാവൂലടാ. അത് സത്യമില്ല, അത് സത്യം. പ്രേമിച്ച പെണ്ണിനെ വേറൊരുത്തിന് കെട്ടിച്ചു കൊടുക്കാതെ മുള്ളിക്ക് സമാധാനം വരില്ലല്ലോ. എന്താ ഇങ്ങനെയൊക്കെ പറയണേ? പഴയ കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മ വന്നോണ്ട് പറഞ്ഞേ ഉള്ളൂ. ഞാനാരാ കീരിക്കാടനോ? കീരിക്കാടൻ പ്രഗ്നന്റ് ആയ കൊച്ചിന്റെ മറ്റേ കത്തിക്കുത്തിയല്ലേ കൊച്ചു മുള്ളി. അവൻ സൈക്കോ. എന്നിട്ട് അതിന്റെ പേര് 10 കംബാക്കും. എലി എന്താ അതിന്റെ ബാക്കിൽ നിൽക്കുന്നതില്? അതിന് മുന്നിൽ നിർത്താൻ കൊള്ളത്തില്ല, ബാക്കി നിൽക്കുന്നതല്ലേ. വെളിയിലോട്ട് ഇറങ്ങി നിൽക്കുക. നമസ്കാരം. ഞാൻ ഉസ്മാനെ ഇസ്മായിലിനെ കേട്ട് ഇവിടെ സ്കൂളിൽ ചേർക്കാൻ. നിങ്ങൾ ഇവരെ നന്നാക്കാൻ കൊണ്ടെന്നല്ലേ ഈ കുണ്ടന്മാരാ? ഓ പിന്നെ പയ്യന്മാർക്ക് പഠിക്കണമെന്ന് പറഞ്ഞു. നന്നാകട്ടെ. നമുക്ക് വെളിയിലോട്ട് നിൽക്കാം, അല്ലെങ്കിൽ ഇവര് ഈ അപ്പി സ്കൂളിലിട്ട് നമ്മളെ ഗേറ്റ് അടച്ചോളാം. അതെ. നല്ല പൈസ ഉള്ളതാണ്.
പിന്നെ ആരെങ്കിലും ഇവിടെ താമസിക്കാൻ വേണോ? അതിന്റെ വണ്ടി എടുക്കട്ടെ. എല്ലാരും പെരുന്ന് പോകണം. കൊമ്പനെ എടുത്ത് വിട്ടു. എന്റെ കൊമ്പ, ഐ ലവ് യു കൊമ്പ. വള്ളി കേറില്ല. ഇല്ല വെളിയിലോട്ട് നിർത്താം. ആ അയ്യോ ഓക്കെ. ഒന്ന് മാറിക്കോ. ആരാ അടി കയറിയത്? പരന്ത് വിട്ട്. എനിക്ക് ചെറുക്കന്റെ സൗണ്ട് കേൾക്കുമ്പോഴേ ഉണ്ടല്ലോ ആ ചന്ദ്രനെ ഓർമ്മ വരും. സത്യം വള്ളി, സത്യം. ഓ പറ ഞാന് MRC അപ്പാപ്പനാ. ഓ MRC അപ്പാപ്പ. എല്ലായിടത്തും ഒരു അപ്പാപ്പന്മാരുണ്ടല്ലേ? സത്യം, സത്യം. എല്ലായിടത്തും ഇത്തിരി പ്രായമുള്ള ആൾക്കാർ കാണുമല്ലോ. അതെ. അത് പരിചയപ്പെടാൻ പറ്റിയില്ല. ഓ പരിചയപ്പെട്ട എലി ഏമാണോ? MRC അപ്പാപ്പ. അല്ലല്ല ബൈ, 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 ബൈ. വാച്ചോട്ടൻ അറിയാത്ത ആരുമില്ലല്ലോ ഇവിടെ. ഓക്കെ ഏക്ക്. ശല്യങ്ങളാ പുരുശല്യങ്ങൾ. അവള് നിന്നെ കുറിച്ച് കുറച്ചു നേരത്തെ ബീച്ചിൽ വെച്ച് എന്റെ അടുത്ത് നന്നായി പറഞ്ഞായിരുന്നു. ആണാ? നല്ലതേ പറയാൻ ചാൻസ് ഉള്ളൂ. നല്ല തന്നെ പറഞ്ഞത്, വളരെ വളരെ നല്ലതാ പറഞ്ഞത്. എന്നെ പറ്റി നല്ലത് പറഞ്ഞേ. വളരെ പൊക്കി അങ്ങ് പറഞ്ഞു. അങ്ങനെ ആകാശം വരെ എത്തിയായിരുന്നു. വിശ്വസി. അവസാനം ഒരു ഇടലം കിട്ടെ. ആ അതെനിക്ക് തോന്നി. അതെ. ആ പേര് അവിടെ നിന്ന് മാറ്റിയായിരുന്നു. എല്ലിയുടെ ഫ്രണ്ടിൽ നിന്നും. ഇല്ല അവിടെ തന്നെ ഉണ്ട്. ഇതേ കണ്ടോ? വാസുവിന് സമർപ്പിക്കുന്ന ബെസ്റ്റ് അപ്പോ. അതെ എലിയുടെ അത് കണ്ടില്ല. മുള്ളി ബെസ്റ്റ് ഓപ്പിന്റെ മുള്ളിക്ക് കാത്തിരിക്കാനോ? ഇതൊക്കെ അവളുടെ ഷോപ്പ് അല്ലേടാ. എലിയുടെ ഫണ്ടിൽ നിന്ന് വാസുവിന് സമർപ്പിക്കുന്ന ബസ് സ്റ്റോപ്പ്. എന്നിട്ട് ഇരിക്കാൻ സ്ഥലമൊന്നുമില്ലല്ലോ. ഇരിക്കാൻ സ്ഥലമല്ല, നിക്കുന്നത് ബസ് സ്റ്റോപ്പ് ആണത്. അത് മനപ്പൂർവ്വം നിന്റെ പേര് എഴുതി നിന്ന് പോട്ടെ മള്ളി മരിച്ചേ ഇല്ല. അല്ല ഉസ്മാനാ. MRC അപ്പാപ്പ, നമുക്കേ ഒരു ഗ്യാങ് ഹൗസ് വിസിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഞങ്ങളൊന്ന് പോയി കണ്ടിട്ട് വരട്ടെ. പോയിട്ട് അല്ല ബാസണ്ണ ഓ പറടാ ഇവിടുന്ന് മാറിക്കോ. വണ്ടിയൊക്കെ പറന്ന വരുന്നത്. വാ അത് സ്കൂള് ഞായറാഴ്ച ലീവില്ല. നിനക്കിപ്പോ നിനക്ക് എന്താ വേണ്ടത്? നിനക്ക് തോന്നുമ്പോ വരാനും തോന്നുമ്പോ പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് സ്കൂള്. അതല്ല ഞായറാഴ്ച ലീവില്ല. ഞായറാഴ്ച ലീവ് ഉണ്ടോ? ഞായറാഴ്ച ലീവ് ഇല്ല. ഞായറാഴ്ച തുറക്കാൻ സമ്മതിച്ചാലല്ല നീ ഇവിടെ. ഞായറാഴ്ച നീ വരണ്ട, ബാക്കി എല്ലാ ദിവസം വാ. ഓക്കെ സന്തോഷം. അപ്പൊ പഠിക്കണേ മക്കളെ, അത് മാത്രമേ പറയുള്ളൂ. നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ടതാ, മനസ്സിലായ? ഓക്കെ നാളെ നേരത്തെ വിളിക്കണേ. ടൈം ടേബിൾ വന്നിട്ടില്ല. നാളെ തരുമായിക്കോ. വാസുണ്ണ ഓ പറ ഷമീറെ. എന്താ ഇവരെ സ്കൂളിൽ ചേർത്താനുള്ള ഇത് കാരണം? ഷമീറെ, നിങ്ങളുടെ കുടുംബത്തിലോട്ട് ഇവരെ മുതുക്കില് കുണ്ടനടിച്ച് നടക്കാൻ നമുക്ക് അറിയാം. കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബത്തിലോട്ട് വരുന്നതിന് മുമ്പേ ഈ ഉസ്മാൻ നമുക്ക് ഭയങ്കര വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. അന്ന് ഉസ്മാൻ ബർഗർ കടയില് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ നമ്മളൊരു കശുവണ്ടി ഫാക്ടറി ഇവിടെ തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പൊ ഉസ്മാൻ അന്നേ ഒരു ജോലി എടുക്കാന്ന് ഞാൻ പറഞ്ഞ. പക്ഷെ ഉസ്മാനെ എഴുതാനും വായിക്കാനും അറിയത്തില്ലെന്ന് ഞാൻ വളരെ റീസെന്റ്ലി ആണ് മനസ്സിലായത്. ഇവനെ കാണുമ്പോ തന്നെ മനസ്സിലാക്കട്ടെ. അപ്പൊ ഉസ്മാനെ പഠിക്കണം, രക്ഷപ്പെടണം എന്നൊക്കെ ഒരു ആഗ്രഹം വന്നു തുടങ്ങി. അപ്പൊ ഉസ്മാനെ സ്കൂളിൽ ചേർക്കാം. ഇത് എന്റെ എക്സിന്റെ സ്കൂളാണ്. ചെലപ്പോ ഞാൻ ഒരു മിക്കവാറും ഇവന് ഇവിടുത്തെ ടീച്ചർമാരെ അടിച്ചോണ്ട് പോകാനാ മറ്റായിരിക്കും പറഞ്ഞ ലാസ്റ്റ് പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. ഇതിന്റെ എക്സിന്റെ സ്കൂളാണ്. അപ്പൊ പൂട്ടിക്കാൻ വേണ്ടിട്ടാണ് ഉമ്മാർ രണ്ടുപേരും ഇവിടെ കൊണ്ട് ചേർത്തത്. ഇത് നല്ലതാ. ഇവരെ ഞങ്ങൾ ഐക്യൊക്കെ ടെസ്റ്റ് ചെയ്തായിരുന്നു. കുഴപ്പമില്ല, നല്ല പിള്ളേരാ. അത് പൊതുസഭയെ പറയാൻ പാടില്ല. അത് നിന്റെ ഇതെല്ലാം മനസ്സിൽ മാത്രം വെച്ചിരുന്നാ മതി. അല്ലല്ല, ഇവര് പഠിച്ചിട്ടപ്പോ ഒരു ഡോക്ടർ ആവുന്നാണോ വാസുണ്ണം വിചാരിക്കുന്നത്? അല്ലല്ല, ഡോക്ടർ അല്ല. ബേസിക് ഒരു മനുഷ്യന് വേണ്ടുന്ന കാര്യങ്ങൾ സർവൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് മതി. അല്ലാതെ ഡോക്ടർ ഒരു വിശ്വാസം ഇല്ല എനിക്ക്. എന്റെ പുതിയ ലുക്ക് ഞാൻ ഫുൾ ഇത് മുടി വെട്ടി ഹെയർ സ്റ്റൈൽ മാറ്റിയല്ലേ? മൊത്തത്തിൽ മാറി ഞാൻ. ഇപ്പൊ ഫുള്ള് കുറച്ച് സീനായി. വാസുണ്ണം പിടിച്ചിക്കണ്ടേ?
ഷമീറിന്നങ്ങ് മാസായിരുന്നു ഇന്ന്. മറ്റേ meeting. അല്ല, വാസുവിന്റെ വേറൊരു കഥ അറിയോ? ഷമീറൊക്കെ ഷമീറിന്റെ ഗേൾഫ്രണ്ടിനെ നെലി കൊണ്ട് നമ്മള് വാറൊക്കെ എടുക്കാൻ തുടങ്ങി കേട്ടോ, വാറൊക്കെ കഴിക്കാൻ തുടങ്ങി. ഓ ഞാൻ കാണാറുണ്ട് കാരണം ഇപ്പൊ കുറച്ചു മുമ്പ് അടിവഴക്കൊന്നും ഉണ്ടായിരുന്നല്ലോ അതെ കഴിഞ്ഞോ? അതെ അതെ ആ ഇച്ചിരി ഒച്ചമേളൊക്കെ ഉണ്ടാക്കിയായിരുന്നു അവിടെ പോയി. അടിച്ചങ്ങ് കൊടുത്തു. കഴിഞ്ഞല്ലേ? ആ, കഴിഞ്ഞു. ഓ നന്നായിട്ട് പോട്ടെ, അടിപൊളിയായിട്ട് പോട്ടെ. അപ്പൊ ഇവരെ പഠിച്ചൊരു നിലയിലെത്തിക്കാന്നുള്ളതാണ് വാസുണ്ണന്റെ ഇപ്പോഴത്തെ ഇത് ഒരു ലക്ഷ്യം. ലക്ഷ്യം. അല്ല ഈ എലീന്റെ എന്താ സംഭവം വാസുണ്ണ? ഇവിടെ എന്റെ അടുത്ത് ഡെയിലി വിളിച്ച് നിങ്ങളെ കുറ്റം പറയലാന്ന് കേട്ടാ. അത് ഷമീറെന്നല്ല, ഇപ്പൊ ആരെ കണ്ടാലും ഇത് തന്നെയാണ് ഇവള് പറഞ്ഞോണ്ടിരിക്കണം, മനസ്സിലായ? അല്ല ഇവള് ടോക്സിക് ആന്ന് വാസുണ്ണ. ഇവള് ഭയങ്കര ടോക്സിക് ആയിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങൾ എങ്ങനെ ഇവിടെ സഹിക്കുന്നത്? അതുകൊണ്ടല്ലേ ഞാൻ അതുകൊണ്ടായിരിക്കുമല്ലോ ഞാൻ ഇത് കളഞ്ഞത് എന്റെ റിലേഷൻഷിപ്പ്. പക്ഷെ ഓള് പറയുന്നത് വെച്ചാല് നിങ്ങള് എന്താ പറയാ 5-6 പെമ്പിള്ളേരുടെ കൂടെ പോകുന്ന ലോയൽ അല്ല അങ്ങനെയല്ല എന്ന് പറയുന്നത്. അപ്പൊ ഈ ലോയാലിറ്റിനെ കുറിച്ചിട്ട് അത് ശരിയാട്ടാ മക്കളെ. ഒന്ന് പറഞ്ഞു. വാസുണ്ണ ഞാനൊരു കാര്യം കേട്ടായിരുന്നേ, 10 ദിവസം അവളെ 9 ദിവസം കാണാതായിട്ട് 10ന്റെ അന്ന് നീ ഏതോ 2-5 പെൺപിള്ളേരായിട്ട് പോയെന്നോ അങ്ങനെ എന്തോ കഥ എന്റെ പറഞ്ഞ. പൊന്നെ MRC അപ്പാപ്പ, ഞാൻ പറയണ കാര്യം കേക്ക്. ഇവളുള്ള സമയത്ത് ഞാൻ അത്രയും ആത്മാർത്ഥതയായിട്ട് ഞാൻ അത്രയും സന്തോഷത്തോടു കൂടി നടന്നതാ. ഇവളാണ് ഞാൻ കുറച്ച് ദിവസം വരാതിരുന്ന സമയത്ത് ഒരു പന്നിക്കച്ചവടക്കാരന്റെ കൂടെ പോയത്. ആ സമയത്തൊക്കെ ഉസ്മാൻ അറിയാം. ഉസ്മാൻ അടുത്ത് ഞാൻ വിഷമം പറഞ്ഞിട്ടുണ്ട്. പിന്നല്ലാതാ പിന്നെ ഉസ്മാൻ അറിയാം അതൊക്കെ. എന്നിട്ട് അതല്ലേലും അങ്ങനെയല്ല ഷമീറ, ബ്രേക്കപ്പ് കഴിയുമ്പോ നമ്മളാണല്ലോ കുറ്റക്കാര്. അതെ 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 അത് സത്യ അത് സത്യ. അത് അത്രേ ഉള്ളൂ. ഇതും ഉണ്ടാവില്ല, നമ്മള് മാത്രം ചെയ്യുന്നല്ലോ. ഇത് പിന്നെ പറഞ്ഞ പെൺവർഗത്തിന്റെ കാര്യ ഇങ്ങനെ. പാസ്വേഡ് എന്റെ ഒരു പുതിയൊരു പാട്ടുണ്ട് പയമ്പൊരി എന്ന് പറഞ്ഞിട്ട്, ഞാൻ ഒരു 4 പേര് ഒന്ന് മൂളിയാലോ? കേട്ടിട്ടോ? അത് മാണോ സമീറ? എന്താ ഗാങ് OG has been temporarily suspended. സസ്പെൻഡ് ആയിന്ന് പറയാം. ഓക്കെ ഞാൻ പാട്ട് പാടാൻ പോവാ. ഓജി ഇവരെ നമ്മൾ ഇന്നലെ എല്ലാരും ഇതായിട്ട് സൈലന്റ് ആയിട്ട് കേട്ടോ. അതാ നോക്കിയ ഫോൺ അടയുന്ന. ഓക്കെ. പയമ്പൊരി പയമ്പൊരി തിന്നാൻ കിട്ടും പയമ്പൊരി, കടിക്കാൻ കിട്ടും പയമ്പൊരി, എണ്ണയിലിട്ട് വറക്കാലോ, പൊരിച്ചങ്ങ് കഴിച്ച് തിന്നാലോ. പയമ്പൊരി പയമ്പൊരി വായിലിടാം പയമ്പൊരി. എങ്ങനെയുണ്ട്? 4 വരിയാന്ന് മൂളി തന്ന ഫുള്ള് റെഡി ആവുന്നേ ഉള്ളൂ. മറ്റേ തൊപ്പിക്കാരനാക്കിയ പാട്ടിനേക്കാളും കിടില്ല. ദിസ് ഈസ് ബെറ്റർ. ഇതാണ് അടിപൊളി. ലാസ്റ്റ് വരി സൂപ്പർ ആയിരുന്നല്ലേ? ഷമീർ ഇൻഡസ്ട്രി തൂക്കും കേട്ടോ, ഈ ഇൻഡസ്ട്രി തൂക്കും. അതെ അതെ ഞാനൊരു വെല്ലുവിളിയായിട്ട് വരുന്നുണ്ട് മൊത്തം. പുള്ളി സൈഡാവും കേട്ടോ, പുള്ളി സൈഡാവും മിക്കവാറും മിക്കവാറും. അല്ല വാസുണ്ണ ലാസ്റ്റ് വരി ആയിരുന്നില്ല ഹൈലൈറ്റ് അല്ലേ? ടാഗലൈറ്റ് ആയിട്ട് ഉപയോഗിക്കാം. സത്യം 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 ഇതാണ് കിടില. ഷമീറാണെങ്കിൽ തൊപ്പിയൊക്കെ കിടില പാട്ടുകാരൻ ഷമീറാണ്. ഞാൻ അങ്ങനെ ഇതിൽ ഇറങ്ങാത്തോണ്ടല്ലോ വാസുണ്ണ. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പലരും ഫീൽഡ് ഔട്ട് ആവുമല്ലേ. ഞാൻ പിന്നെ അതിന്റെ ഒരു മനസ്സിലായത് നമ്മൾ ആ ഒരു റെസ്പെക്ട് വെച്ച് അങ്ങനെ നിക്കുന്നേന്ന്. സെറ്റ് സെറ്റ് സെറ്റ്. അപ്പൊ ഈ ഫീൽഡിലൂടെ ഇനി കൈയടക്കാനുള്ള ഇതാണല്ലേ? അതെ 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 അതെ. മ്യൂസിക് ഇൻഡസ്ട്രി മൊത്തം എന്താ എന്തായാലും ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. ഞാൻ ഷമീറ ഞങ്ങൾക്ക് ഒരു ചെറിയൊരു ഗ്യാങ് ഹൗസ് വിസിറ്റ് ഉണ്ട്. ആയിരുന്നോ? ആ അതെ, ഞാൻ അവരുടെ അടുത്തൊന്നും പോയില്ല, ഒന്ന് പോയി. നമുക്കുണ്ട് നാളെ. അത് നാളാക്കിയാ പോരെ? അല്ല വേറെ വേറെ നമുക്ക് എടാ ഞാൻ അങ്ങനെ അങ്ങനെ പറഞ്ഞല്ല കേട്ടോ. അപ്പൊ വാസുണ്ണ നമുക്ക് അവിടുന്ന് മീറ്റ് ചെയ്യാം. ഓക്കെ 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 നമ്മളെന്നാ ഇറങ്ങട്ടെ. എനിക്ക് വേണം. മാറിപ്പോയത് നേരെ നേരെ ഫ്രണ്ടിലേക്കോ? ഓക്കെ 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 ഓക്കെ. അപ്പൊ പോട്ടെ വാസുണ്ണ. പോയിട്ടോ ഉഷാറാവട്ടാ. ഉസ്മാൻ ഒച്ചി നീങ്ങുന്നേടാ. ഓക്കെ ഓക്കെ ശരിയടാ കാണാം. ഓക്കെ. ഇത് തൊപ്പി സീരിയസ് ആക്കും. നാളെ മുതൽ സ്കൂൾക്ക് കറക്റ്റ് സമയത്ത് പറഞ്ഞ ബെല്ലടിച്ചിട്ട് കയറാൻ ഞാൻ അയക്കൂല. ഓക്കെ 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 ഞാൻ സെക്കൻഡ് ബെഞ്ചില് ഫസ്റ്റ് ബെഞ്ചില്. ഓക്കെ ഓക്കെ. അപ്പൊ നാളെ കാണാം, നാളെ കാണാം. സെറ്റ് സെറ്റ് സെറ്റ്. ഞങ്ങളെന്നാ പോയിട്ട് വരാം. ഓക്കെടാ ഓക്കെ ഓക്കെ. സുഖം സുഖം. എടാ വാടാ, നമുക്ക് അവരുടെ